ഹലോ ഹലോ എടാ നീ അവിടെ എത്തിയോ? എത്തിയടി. അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം വരാൻ. അല്ലാതെ വന്നാൽ ഞാൻ ഇറങ്ങി വരുത്തൊന്നുമില്ല കേട്ടോ. ദേ അറിയാലോ, ഭാരതപ്പുഴയിൽ മണല് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്ന ആളാ എന്റെ അച്ഛൻ. കർക്കശക്കാരനാ. പക്ഷെ എങ്കിലും നീ പേടിക്കണ്ട, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഉറപ്പിച്ചിട്ട് വേണം നീ ഇങ്ങോട്ട് വരാൻ. ശരി. ഹലോ അച്ഛ, എങ്ങനെയെങ്കിലും അവളെ എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ. കുറെ നാളത്തെ പ്രേമോ. അവൾ അച്ഛനാണെങ്കിൽ ഇതൊന്നും സമ്മതിക്കുന്നുമില്ല. കല്യാണം ഉറപ്പിക്കാൻ സംസാരിക്കാന്ന് പറഞ്ഞാൽ മാമനെ കാണാനില്ല. മാമ ഒന്നിട്ട് കാര്യം വാ. ഇനി ഞാൻ അങ്ങോട്ട് വന്ന് ക്ഷണിക്കണമായിരിക്കും. എന്തോന്നോ എടാ മരുമോനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അനക്കരുത്. ഇല്ല, അനക്കരുത്. ഇതുപോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ശബ്ദം എന്നെ കേൾപ്പിക്കരുതെന്ന്. ഇതുപോലെ ചെരുപ്പിൽ നിന്ന് വെള്ളം നിറഞ്ഞ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം അങ്ങ് കുളിര് കയറും, എൻ്റെ വായിക്കകത്ത് മൊത്തം അങ്ങ് പുളി വരും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ നനഞ്ഞ ചെരുപ്പ് വിട്ടോണ്ട് നടക്കരുത്. ആ ചെരുപ്പിങ് ഊരി പോട്ടാ. അയ്യോ, നമുക്ക് ചെരുപ്പ് വേണ്ട, നമുക്ക് ഈ ചെരുപ്പ് വേണ്ടാ. കുഴപ്പമില്ല, അമ്പലത്തിലല്ലേ നിൽക്കുന്നത്. ആരെങ്കിലും രണ്ടോട് ചെരുപ്പിട്ടോണ്ട് ഞാൻ പൊക്കോളാം. അമ്പലത്തിൽ കയറുന്ന മോട്ടിക്ക് വാടാ നീ. മോട്ടിക്ക് വാടാ നീ. എടാ നിന്നെ ഞാൻ അങ്ങനെയാണോ വളർത്തിയത്? അല്ല. നീ മോട്ടിക്ക് വാടാ. ഇല്ല, ഒരിക്കലും അന്യന്റെ ഒരു വസ്തുക്കളും നമ്മൾ മോട്ടിക്കാൻ പാടില്ല മകന്. സോറി മാമ, അറിയാതെ പറ്റിപ്പോയത്. അങ്ങനെ ചെയ്യാവുള്ളൂ. അതൊക്കെ പോട്ട്. ഈ കോട്ട എവിടുന്ന്? നിന്റെ പെണ്ണിന്റെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണെന്നല്ലേ പറഞ്ഞത്. നമ്മൾ ഒട്ടും കുറയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് കാശ് കൊടുത്ത് ഞാനൊരു കോട്ട് അങ്ങ് വാങ്ങിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ വാടക ഞാൻ കൊടുക്കൂല. എടാ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണെന്ന്. മനസ്സിലായ? ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നാടകക്കാരുടെ ഒരു പൂക്കളിന്റെ കോട്ട് മോഷണം പോയിട്ടുണ്ട്. അതാരെങ്കിലും എടുത്താണെങ്കിൽ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ല ഇടി കിട്ടും. ആരടാ ഇത്? ചില സന്ദർഭങ്ങളിൽ ചെറുതായിട്ടുള്ള കൊച്ചു മോഷണങ്ങൾ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. ഒരു സെക്കൻഡ്. എന്തിനാ ഷൂസ് അഴിച്ചിരുന്നത്? മിക്കവാറും ഇതിന്റെ അനൗൺസ്മെന്റും വരാൻ സാധ്യത. അപ്പൊ എല്ലാം മോട്ടിച്ചതാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്കിപ്പോ വിവാഹപ്രായമായി നിൽക്കുവാണ്. അറിയാം. ആ കാര്യം സംസാരിക്കാനായിട്ടാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ നിനക്ക് ഭയങ്കര കുട്ടിക്കളി കൂടുതലാണ്. എന്റെ പൊന്നോ, ആര് പറഞ്ഞു കുട്ടിക്കളി ഉണ്ടെന്ന്? എന്റെ ജീവിതത്തിലോട്ടൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ എന്റെ ഈ കുട്ടിക്കളിയൊക്കെ അങ്ങ് മാറും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ, ഇതുപോലുള്ള ശബ്ദങ്ങൾ എനിക്ക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന്. ദൈവത്തെ ഓർത്ത് ഇതുപോലുള്ള ഒച്ച ഉണ്ടാക്കി എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത്. വെറുതെ അല്ല ഇതുവരെ പെണ്ണ് കിട്ടാത്തത്. വെറുതെ അല്ല നിങ്ങൾക്ക് ഇതുവരെ പെണ്ണ് കിട്ടാത്തതെന്ന്. ആര് പറഞ്ഞാൽ എനിക്ക് പെണ്ണ് കിട്ടിയിട്ടില്ലെന്ന്? എടാ കണ്ടസായിട്ട് ഞാനൊരു പെണ്ണിന്റെ കല്യാണം കഴിച്ചതാ. പക്ഷെ ആദ്യ രാത്രിയിൽ അങ്ങ് പൊളിഞ്ഞു പോയി. അതെങ്ങനെ? ആദ്യ രാത്രി ഇവള് പാലും കൊണ്ട് റൂമിനകത്തോട്ട് വന്ന്, അപ്പൊ ഇവള് കാലിന്നൊരു സംഭവം ഇട്ട് കളിച്ച്. സാധാരണ കൈ നിട്ടല്ലേ കളിക്കുന്നത്, ഇത് കാല് കൊണ്ടിരുന്ന സംഭവമാണേ. ഇവള് നേരെ എന്റെ അടുത്തോട്ട് വന്നിട്ട് നാണം കൊണ്ട് തറയിൽ ഇങ്ങനെ കാലിട്ടൊരച്ച്. കയ്യിലായിരുന്നു. അയ്യോ, പറയുമ്പോ തന്നെ എനിക്കൊരു പ്രശ്നമാണ്. ആ ഒച്ച എന്നെ കേട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കുളിര് വന്നു. ഞാൻ എന്ത് ചെയ്തെന്നറിയാവാ? അവിടെ കിടന്ന കട്ടിലും ചവിട്ടി പൊളിച്ച് അവളുടെ നടുവിൽ 2 ചവിട്ട് കൊടുത്ത് ഇറങ്ങി അങ്ങ് ഓടി. അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എന്തോന്നറിയാവോ? എന്താ? ഇതുപോലൊരു മുഴുവട്ടന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് താല്പര്യമില്ല. അങ്ങനെ പൊളിഞ്ഞു പോയതാണ് എന്റെ കല്യാണം. എന്നാലും നമ്മളവിടെ വന്ന്, നീ എന്നെ പോലെ ആകാൻ പാടില്ല. ഇല്ല, നീ പെണ്ണ് കെട്ടണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത്. ഒരു കാര്യം ചെയ്യാം, ആ പെണ്ണിന്റെ അച്ഛൻ ആരാണോ കണ്ട് സംസാരിക്കണം. കപ്പലണ്ടി വേണം. കപ്പലണ്ടി വേണം, പക്ഷെ എന്റെ പൈസ ഇല്ല. എന്തിനാടാ? മാമനല്ലേ കൂടെ നിൽക്കുന്നത്, പേടിക്കേണ്ട കാര്യമുണ്ടോ? മാമൻ പൈസ കൊടുക്കും. 2 കപ്പലണ്ടി. 2 കപ്പലണ്ടി തരാലോ. പൈസ എത്ര രൂപ? 20 രൂപ തരും. ഇങ്ങോട്ട് 2 ചോദിച്ചത്. ഇങ്ങോട്ട് വാ. 2 കപ്പലണ്ടി അല്ലേ? ഇവൻ തരും. കൊടുക്കടാ. ഒരെണ്ണം നീ നിന്നു. മക്കളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ മാമ? നമ്മള് ഇവിടെ വന്നു, ആ കുടുംബത്തില് നമ്മൾ എന്താണെന്ന് അവരറിയിച്ചു കൊടുക്കണം. മനസ്സിലായ? നമ്മൾ നല്ല നല്ല ആൾക്കാരാണെന്ന് അവരറിയിച്ചു കൊടുത്താലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. ഡാൻസ് കളിക്കണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി ഡാൻസ് കളിക്കണം. ഞാൻ തറവാട കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്കും കിട്ടും, നിങ്ങൾക്ക് കിട്ടും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാണ് അതിനകത്തിട്ട്
ഇളക്കിയത്. പിന്നെ ഇതിൽ ഇളക്കണ്ട, ഇതിൽ ഇളക്കിയാലേ എന്റെ കാര്യം തുടങ്ങി. ഇത് അടി പിടിക്കുമല്ലെങ്കിൽ എനിക്കിതൊട്ടും അങ്ങോട്ട് സൂഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പെണ്ണിന്റെ അച്ഛനെ കാണുക, സംസാരിക്കുക, ഇവിടുന്ന് പോവുക. എന്നെ അരകോചകമാക്കുന്ന ശബ്ദങ്ങളാണ് ഈ ഉത്സവ പറമ്പ് മൊത്തം. എനിക്കിത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. മാമൻ അരോചകം പറഞ്ഞ അവർക്ക് ഉത്സവം മാറ്റി വെക്കാൻ പറ്റുമോ? ഉത്സവം മാറ്റി വെക്കേണ്ട കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യ്. പെണ്ണിന്റെ അച്ഛനെ അങ്ങ് വിളി. അവള് നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഏതോ വലിയ സെറ്റപ്പാ. നമ്മൾ വിളിക്കാനൊക്കെ വിളിച്ച് സംസാരിക്കും. വിളിക്ക്. നമ്മൾ കപ്പലണ്ടി കുറിച്ചതും നീ മറന്നോ, നമ്മ സ്നേഹം പങ്കുവെച്ചതും നീ മറന്നോ. ഹലോ ഹലോ എന്താണ്? ഹലോ 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 ഹലോ. നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ വല്ലതും പറഞ്ഞില്ലെങ്കിൽ പൈസ പോകൂലെന്ന് കേട്ടോ. നിങ്ങളെ പൈസ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കണം. എന്റെ പൈസ ഒന്നും പോകൂല. കട്ടി കട്ടി നീ വന്നേ. ശരി, സംസാരിക്കാൻ നിന്റെ അച്ഛൻ എന്തോ ബിസിനസ് ചെയ്യുന്നെന്നാ പറഞ്ഞത്? ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കൊണ്ടുവന്നു. ഭാരതപ്പുഴയിൽ നിന്ന് മണല് കൊണ്ടുവരുന്നുണ്ട് കപ്പലണ്ടി വറക്കാനായിട്ട്. നിന്റെ പെണ്ണിന്റെ അച്ഛനാണ് നിൽക്കുന്നത്. അതാ അവനല്ലാതെ ഞാൻ സംസാരിക്കാൻ പറ്റത്തില്ല. എന്റെ കല്യാണമാണ്. മാമനെ സംസാരിക്കാൻ കൊണ്ടുവന്നില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി താ മാമ. ഒരു കാര്യം ചെയ്യ്, നൈസായിട്ട് കാര്യം അങ്ങ് അവതരിപ്പിക്കും. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ശരി മാമ മാമ മാമന്റെ മോളാണ് മാളു. ഓ, ഞാനും മാളും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ കെട്ടിച്ചേരണം. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പിരിയാൻ വണ്ണ അടുത്ത് പോയി. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ കെട്ടിച്ച് താ മാമ. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, 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 നടക്കത്തില്ല. ഞാൻ എന്റെ മോൾ അങ്ങനെ വളർത്തിയ ഒരാളാണ് ഞാൻ. കപ്പലണ്ടി ജോലി നിനക്ക് ആവശ്യമുള്ള കപ്പലണ്ടി ശ്വാസം വിടാനെങ്കിലും ഒരു സമയം താഴെ. ഉയിര് കിട്ടാതെ ഞാൻ ചത്തുപോകത്തേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് ഈ സാധനത്തിലിട്ട് ഇറക്കരുത്. അമ്മച്ചേ, ഒരു കാര്യം മനസ്സിലാക്കണം. അവരെന്തായാലും ഇഷ്ടപ്പെട്ട് നമ്മൾ അതിനകത്ത് കയറി ഇടപെടേണ്ട ഒരു ഹലോ, ഒന്നിങ്ങി വരൂ. ഓ, നമ്മൾ ഏകദേശം ഒരേ പ്രായക്കാരാണ്. ഓ, ഏറെക്കുറെ. വീട് വലിക്കുവോ? വീട് ചെറുതായിട്ടൊക്കെ വലിക്കും. എന്തായാലും അവര് തമ്മിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഓ, അവരുടെ ഇഷ്ടം നമ്മൾ നടത്തി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതെന്നാ? എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണം. നല്ലൊരു പടം കിട്ടുവാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ആ സ്റ്റാറ്റസ് മറ്റൊരു വേറൊരു സ്റ്റാറ്റസ് ഇടണം. ചൂട് കപ്പലിന്റെയാണ് ഇരിക്കണം. ആ മണൽ വാരി ഞാൻ വായിലാക്കി. കാര്യം ചെയ്യ്, നമുക്കൊരു കട്ടൻ പീടിയൊക്കെ വലിച്ചിട്ട് ഇപ്പൊ ഇങ്ങി വരാം. അതൊക്കെ നല്ല കാര്യം തന്നെ. കാരണം നമ്മൾ സംസാരിക്കണം. സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യം ഇതാകത്തുള്ളൂ. അതെ അതെ അതെ. ഹലോ ഹലോ നീ എവിടെ? എടാ നീ അച്ഛനെ കണ്ടോ? സംസാരിച്ചോ? അച്ഛനെ കണ്ട് സംസാരിച്ച്. നിന്റെ അച്ഛൻ ഭാരതപ്പുഴയിലെ മണൽ വെച്ചിട്ട് എന്തുണ്ടാക്കുന്നു? അപ്പൊ അതൊന്നും എനിക്കറിയത്തില്ല. എന്തോ ബിസിനസ് ആണെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. എടാ എന്തായി അവിടുത്തെ കാര്യങ്ങള്? ഞാൻ സംസാരിച്ച്. എന്നിട്ട് നിന്റെ അച്ഛൻ അടുക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ മാമ സംസാരിക്കാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നീ അവിടെ എന്തോ എടുക്കുവാ? ഞാൻ ഇതൊക്കെ കണ്ട് ഉത്സവമൊക്കെ കണ്ട് ഇവിടെ നിൽക്കുന്നു. എടാ പൊട്ടാ, നീ അച്ഛനെ പോയി എങ്ങനെയും ഒന്ന് ഇംപ്രസ് ചെയ്. ഞാൻ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കും ഇപ്പം? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വെക്കുവാ പോടുന്നു. അളിയാ, അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഞാൻ വളർത്തിയ ചെറുക്കനാണവൻ. ജനിച്ചപ്പോൾ തന്നെ അവന്റെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നെ അവനെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തെടുത്തണം. ആ കപ്പലണ്ടിയുടെ ചൂട് മണൽ അവിടെ ഇരിക്കുക. ആര് കണ്ണി ഞാൻ അടിക്കുക ഈ കൗണ്ടറിൽ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പാടില്ല. അപ്പോ അവന് വേണ്ട ആഹാരം, അവന് വേണ്ട ചോറ്, അവന് വേണ്ട സെർലാക്ക്. നിനക്കാണല്ലോടാ ഞാൻ ഇത്ര നാളും ചോറും സെർലാക്കും കുഴച്ച് തന്നത്. എടാ നിനക്ക് എന്തിന്റെ ഗുരുവായിട്ടാടാ അതിനകത്തിട്ട് പോയി ഉണ്ടാക്കുന്നത്? അവള് പറഞ്ഞു അച്ഛനെ സഹായിക്കാം. ഈ ചട്ടം ഇനി വേണ്ട. ഓ, എന്റെ ചട്ടുക നോക്കണം. ഒരു കാര്യം ഞാൻ പറ, കല്യാണം ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉറപ്പിച്ചിട്ടെങ്കിൽ ഇതായിക്കോണം. പറ. എനിക്ക് അവളെ കെട്ടിച്ചേരൂ. വെട്ടിച്ച് തരുന്നില്ലെന്ന് എനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ നിനക്ക് എന്ത് ജോലി കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം. ആര്? അവനോ? വലിയ ജോലിയാ. എന്ത് ജോലിയാ? ജോലിയൊന്നും ഇല്ല. ഇല്ലേ, ഭയങ്കര ജോലി എന്ന് പറഞ്ഞു. എനിക്ക് അവനെ കൊണ്ട് വലിയ ജോലിയാണെന്ന്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട അവന് ഇതാക്കുന്നറിയോ? തൊഴിലുറപ്പിന് പോയാ ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം. ഞങ്ങളുടെ ചെറുക്കന് എന്ത് കൊടുക്കും അത് പറ. ചെറുക്കൻ നല്ലതാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു പെട്ടിയാട്ടം നിറച്ച് മണലും അതിനൊത്ത കപ്പലണ്ടി കൊടുക്കും. അടുത്ത് ജീവിക്കട്ടെ. കപ്പലണ്ടി കൊടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? അല്ലാതെ അവൻ എന്ത് കൊടുക്കുമെന്നാ ചോദിച്ചത്. നിന്റെ വീട്ടിൽ കാർ പോർച്ച് ഉണ്ടാ? ഉണ്ട്. ലൈസൻസ് ഉണ്ടാ? ഉണ്ട്. ഈ 4 വീലർ നീ എടുത്തോ. നിന്റെ വീട്ടിൽ കൊടുത്ത് അത് സ്ത്രീധനമായിട്ട് കിടക്കട്ടെ. നിനക്ക് നല്ലതാടാ. ഇതാകുമ്പോ ടാക്സി വേടാ മൂന്നാർ. ഏറെക്കുറെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ 10 ദിവസത്തെ ഉത്സവമാണ്. എന്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കണം. കുറച്ച് കപ്പലിന്റെയൊക്കെ വറക്കാൻ വേണ്ടി നിൽക്കണം. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടാ നീ എന്റെ കൂടെ കുടിക്കോ? അയ്യോ, എനിക്ക് നിൽക്കാൻ പറ്റൂല. എനിക്ക് പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും.
അമ്മാവൻ എന്റെ കൂടെ ഇല്ല. ഞാനാ ആ. ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്നത്. ഒരു 10 ദിവസം എന്റെ കൂടെ നില്ല. അപ്പോഴത്തേക്ക് ഞാൻ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റത്തൊന്നും ഇല്ല. ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ ഞാൻ സെറ്റ് ചെയ്യാം. എന്റെ അതും എടുത്ത് കളഞ്ഞു. നിങ്ങൾ ആലോചിച്ചിട്ട് പറയും എന്താന്ന് വെച്ചാൽ. ഒന്നടാ നിന്റെ കല്യാണമല്ലേ? ആ. അപ്പൊ നീ അങ്ങ് പോയി നിന്നേച്ചാ മതി. ഈ പരിപാടിക്ക് ഞാനില്ല. കാരണം എനിക്ക് എന്റെ ജീവനാണ് വലുത്. എന്റെ പൊന്നു മാമ, എന്നെ കൊണ്ട് നിൽക്കാനൊന്നും പറ്റൂല. ഒരു 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അയാളെ കൂടെ സഹായിച്ചെന്താ? എനിക്ക് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ അല്ലടാ. അത് ഭയങ്കര പ്രശ്നമാണ്. കുളിര് കോരുന്ന് എനിക്ക്. അപ്പൊ ഞാൻ തന്നെ എങ്ങനെ അതിനകത്ത് ഇളക്കാനാണ്? ടട്ടു എടുത്തോണ്ട് വാ, ഞാൻ ഇവിടെ സംസാരിക്കാം. എന്തോ എറിയുമ്പോ ആലോചിക്കണം. മാമ, ആ? മാമനെ കൊണ്ട് ഇവിടെ ഇളക്കിക്കാം. ഓ. അതെ, കുഴപ്പം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യാം മോനെ. എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടാ. മോനെ ഇളക്കിക്കോ. അങ്ങോട്ട് വന്ന് ഞാൻ പോവാണ്. നീ ഇളക്കോ. ഞാൻ ഇളക്കൂല. എന്ത് ഇളക്കിയാ കുഴപ്പമെന്ന് പറ. എടാ ഇളക്കി കഴിഞ്ഞാൽ ഞാനിവിടെ കുളിര് കൂടി ചത്തു പോവടാ. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. വേണ്ട, ഇത് പിടി. ഇതെന്തുവാ ഇത് ചെവിയിലോട്ട് വൈ. ഏത്? ഇത് ആദ്യം ചെവിയിലോട്ട് വയ്ക്കാം അങ്ങോട്ട്. ആ വെച്ച്. എനിക്ക് എന്റെ കല്യാണം നടക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. ആ പിടി. എന്താടാ വാ, എന്റെ കൂടെ വാ. കറണ്ടടിപ്പിച്ച് കൊല്ലുവോ? ഞാൻ പറയുന്ന കേക്കാമോ? ഞാൻ പറയുന്ന കേക്കാമോ? എന്തുവാ? ഇളക്ക്. ആ ഇളക്ക്. എങ്ങനെയുണ്ട്? നല്ല നല്ല നല്ല. ഇപ്പൊ വല്ലതും തോന്നിയാ? ഒന്നും തോന്നിയില്ല. മാമൻ 10 ദിവസം ഇവിടെ ഇളക്കിക്കോളും. എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. നീ പാട്ടിട്ടപ്പെടുത്തേക്ക് ഞാൻ ഒന്നും കേട്ടില്ല. അതാണ്. ആണല്ലേ? ആ. എടാ എന്റെ കല്യാണത്തിന് ആദ്യ രാത്രി നടന്ന് താണ്ട ഈ നൂലുള്ള കുണ്ടാൻ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പെണ്ണെന്നെ വിട്ടു പോകത്തില്ലായിരുന്നടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.